ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുൻ കോടതിയിൽ അരുണിമയ്ക്ക് ഓർമ്മക്കുറവുണ്ട്, അതിനുവേണ്ടി ഒരുപാട് വർഷങ്ങളോളമായി ചികിത്സയിലാണ് എന്നുള്ള കാര്യമൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷം കോടതി അരുണിമയെ ജാമ്യത്തിൽ വിടുകയാണ് കേട്ടോ. എന്നിട്ട് അരുണിമയെ നേരെ ആശ്രമത്തിലേക്ക് അങ്ങ് പറഞ്ഞയക്കാണ്. പിന്നീട് പൂജയും കൂട്ടിയിട്ട് അർജുൻ നേരെ വിശ്വനാഥൻ അച്ഛൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലണം കേട്ടോ. എന്നിട്ട് വിശ്വനാഥൻ അച്ഛനെ കൊണ്ട് തന്നെ പൂജയുടെ സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്നുള്ള സത്യം വിശ്വനാഥൻ അച്ഛനോട് തന്നെ പൂജയോട് പറയാൻ വേണ്ടി പറയണം കേട്ടോ. അങ്ങനെ വിശ്വനാഥൻ അച്ഛന് കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ സന്തോഷവും കരച്ചിലോടുകൂടി തന്നെ മറ്റാരുമല്ല മോളെ, നിൻ്റെ അച്ഛനും അമ്മയും, നിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും നന്ദനും അരുണിമയും തന്നെയാണ് എന്നുള്ള ആ ഒരു സത്യം കേട്ടതോടുകൂടി ആകെ അങ്ങ് ഷോക്ക് പോലെ തന്നെ ആകെ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ പൂജ. എന്നിട്ട് വിശ്വനാഥൻ അച്ഛനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഉമ്മ വയ്ക്കുകയാണ്. പിന്നീട് അവിടുന്ന് സന്തോഷത്തോടു കൂടി ഇറങ്ങിയ പൂജ നേരെ അർജുനോട് പറയാണ്, എനിക്ക് ഇപ്പോൾ ഈ നിമിഷം തന്നെ അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് നേരെ ആശ്രമത്തിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് ആശ്രമത്തിലാണെങ്കിൽ അരുണിമ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന ആ സമയത്ത് പൂജ ദൂരെ നിന്ന് തന്നെ അമ്മയെ കൺകുളിർക്കെ കണ്ട ശേഷം അമ്മയുടെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സ്വന്തം അമ്മയുടെ മുഖം രണ്ട് കൈകളിലുള്ളിലാക്കിയ ശേഷം അങ്ങ് ഒരു വാത്സല്യത്തോടു കൂടി അമിതമായ സ്നേഹത്തോടു കൂടി അങ്ങ് നോക്കിയിട്ട് അങ്ങ് നെറ്റിയിൽ അങ്ങ് ഉമ്മ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അരുണിമയാണെങ്കിലോ തിരിച്ചും സ്വന്തം മകളെ തിരിച്ചു കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ പൂജയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അരുണിമയെ അങ്ങ് കരയോണ്ട് തന്നെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അർജുൻ ആകെ അങ്ങ് സന്തോഷം വരികയാണ്. പിന്നീട് അരുണിമയിൽ നിന്നും അവിടുന്ന് പോന്ന ശേഷം നേരെ അർജുൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് കേട്ടോ. പക്ഷേ അർജുൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പൂജ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. പ്രിയനെ ഇനി വെറുതെ വിടില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പൂജ നേരെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. വലതുകാല് വെച്ച് തന്നെ അർജുൻ്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. ഇത് കണ്ട അർജുന് തന്നെ ആകെ അത്ഭുതപ്പെടുകയാണ് കേട്ടോ. പൂജയ്ക്ക് ഇത്രയ്ക്കധികം മാറ്റുമോ എന്നുള്ള ആ ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ട് അർജുൻ പൂജയെ അങ്ങ് നോക്കുകയാണ്. എന്നിട്ട് ഒന്നും തന്നെ മിണ്ടാതെ നേരെ സ്പീഡിൽ അങ്ങ് പ്രിയയുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് പ്രിയനെ ആ ഒരു വീൽ ചെയറിലിട്ട് തന്നെ അങ്ങ് ശ്വാസം മുട്ടിക്കാൻ കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് എണീക്കടി, നീ നിൻ്റെ കോമയുടെ അഭിനയം, നിന്നെ ഞാൻ ഇന്ന് തീർക്കുമടി, നിൻ്റെ എല്ലാ കള്ളത്തരവും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനെയും നിനക്ക് തട്ടിയെടുക്കണം അല്ലേടി എന്നും പറഞ്ഞിട്ട് കഴുത്തങ്ങ് പിടിച്ചിട്ട് അങ്ങ് എണീപ്പിച്ച ശേഷം ചുമരിൽ അങ്ങ് ചാരി നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങ് നിലത്തേക്ക് അങ്ങ് വലിച്ചിടുകയാണ്. അപ്പോഴൊന്നും ഒരു ഇളക്കവും കൂടാതെ കോമ സ്റ്റേജ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രിയ. ഇനി എന്ത് ചെയ്യും, നിക്കക്കള്ളി ഇല്ലല്ലോ, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, എല്ലാവരും സത്യം എത്രയും പെട്ടെന്ന് അറിയുമല്ലോ, ഇവളിപ്പോൾ എല്ലാം അറിഞ്ഞ മട്ടിലാണല്ലോ വന്നിരിക്കുന്നത് എന്നുള്ള ആ ഭാവം മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പ്രിയ. അപ്പോഴത്തേക്കും ഈ സൗണ്ടും ബഹളമൊക്കെ കേട്ടിട്ട് അവിടേക്ക് അച്ഛമ്മയും മധു ആൻറ്റിയും കനകേച്ചിയും മാധുരിയും അർജുനൊക്കെ അങ്ങ് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് പ്രിയ നിലത്ത് കിടക്കുന്നത് കണ്ടതോടുകൂടി മധു ആൻറ്റിക്കും അച്ഛമ്മയ്ക്കും സങ്കടം സഹിക്കാൻ വയ്യാതെ പ്രിയനെ അങ്ങ് കോരിയെടുത്തിട്ട് വീൽ ചെയറിൽ അങ്ങ് ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് എടി എന്താടി നീ എൻ്റെ കുഞ്ഞിനെ കാട്ടിയത് എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇത്രയ്ക്കധികം അഹങ്കാരമോ എന്നും ചോദിച്ചുകൊണ്ട് തന്നെ അച്ഛമ്മ പൂജേനെ അങ്ങ് അടിക്കാൻ വേണ്ടി കൈ അങ്ങ് ഓങ്ങാണ് കേട്ടോ. ഓങ്ങിയതോട് കൂടിയിട്ട് ആ കൈ അങ്ങ് പൂജ അങ്ങ് തടയാണ്. എന്നിട്ട് പൂജ പറയാണ്, എൻ്റെ ശരീരത്തിൽ ഓടുന്ന ഓരോ തുള്ളി രക്തവും അത് നിങ്ങളുടേതും കൂടിയാണെന്ന് മനസ്സിലാക്കിക്കോ, അതുകൊണ്ട് ഇനി എൻ്റെ ദേഹത്ത് ഇനി തൊട്ടു പോവരുത് എന്നങ്ങ് പറയാം കേട്ടോ. അത് കേട്ടതോട് കൂടിയിട്ട് അച്ഛമ്മയുടെ കിളി അങ്ങ് പോവാണ്ട്. എന്താ ഇവളീ പറയുന്നത് എന്നുള്ളത് കേട്ടോ. അച്ഛമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, സ്വന്തം പേരക്കുട്ടിയാണ് ഈ ചെയ്യുന്നത് ഈ പറയുന്നത് എന്നൊന്നും തിരിച്ചറിയാതെ അച്ഛമ്മയ്ക്ക് അന്ന് ബ്ലഡ് ആവശ്യം വേണ്ടി വന്ന സമയത്ത് പൂജയാണ് ബ്ലഡ് കൊടുത്തത് എന്നുള്ള ആ ഒരു ധാരണയിലാവും കേട്ടോ അച്ഛമ്മയും മധു ആൻറ്റിയും. അതിൻ്റെ അവകാശത്തിലാവും അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള ആ ഒരു പൊട്ട ബുദ്ധിയിലാവും കേട്ടോ അച്ഛമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവുക. സ്വന്തം പേരക്കുട്ടിയാണ് എന്നുള്ള കാര്യമൊന്നും അച്ഛമ്മയ്ക്ക് അതൊന്നും അപ്പോഴൊന്നും മനസ്സിലാവില്ല കേട്ടോ. പക്ഷേ പൂജ ഇനി വെറും പൂജയാവില്ല കേട്ടോ. പൂജ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ പ്രിയയെ ഇട്ട് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ പൂജ ഇരിക്കുന്നുണ്ടാവുക. സ്വന്തം അച്ഛനെയും അമ്മയെയും തിരിച്ചറിഞ്ഞ ആ ഒരു സന്തോഷവും ധൈര്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ പൂജ ഇനി നല്ല ഒരു തൻ്റേടി ആയിട്ടുള്ള പൂജയായിട്ട് തന്നെയാണ് ഇനിയുള്ള എപ്പിസോഡുകൾ വരാൻ പോകുന്നത്.